നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ ആക്സിലേറ്റർ കേബിൾ വല്ല സ്റ്റക്കുണ്ടോ? അടുത്ത് വല്ല മാറാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണോ? എങ്കിൽ ഈ വീഡിയോ ഒന്നുമുണ്ട്, ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. നമ്മുടെ ഹാൻഡിൽ ഒരു സൈഡിലോട്ട് തിരിക്കുമ്പോഴത്തേന് വണ്ടി റേസ് ആവുമോ, പിന്നെ ആക്സിലേറ്റർ ജസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ വിടുമ്പം വണ്ടി റേസ് ആയി നിൽക്കുന്നത്, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടോ. കേബിൾ മാറാതെ തന്നെ ചിലപ്പോൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് 210 നട്ട് ബോൾട്ട് വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുവിധമൊക്കെ പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. ആക്സിലേറ്റർ കേബിളിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്തിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബൂട്ട് കണ്ടോ, റബ്ബർ ബൂട്ട്, അത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ടൊന്ന് നീക്കുക. ചെറിയ ടൈറ്റ് കാണും, ഒന്ന് നീക്കുക. നീക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു സ്പ്രിങ് പോലത്തെ ഒരു കമ്പി കാണും. അത് ഈ ആക്സിലേറ്റർ കേബിളിൽ ചിലപ്പോൾ ചുറ്റി പിരിഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്പ്രിങ് പോലത്തെ കമ്പി കേബിളിന് കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിൽ ഒരു പ്ലെയറിനോ കട്ടറിനോ നൈസായിട്ടങ്ങ് കട്ട് ചെയ്തങ്ങ് ഒഴിവാക്കുക. അങ്ങനെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഇപ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മുടെ ആക്സിലേറ്റർ കേബിൾ വരുന്നത്. ഇതുപോലൊരു കോട്ടിങ് കാണും. അത് കുറേ നാൾ കഴിയുമ്പോൾ ദ്രവിച്ചതാ ഇതുപോലെ ആവും. എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് പിന്നെ കമ്പി പതിയെ ചുരുണ്ട് ഈ കേബിളിലോട്ട് ചുറ്റാൻ തുടങ്ങും. ചുറ്റി അവസാനം സ്റ്റക്ക് എന്ന രീതിയിലാവും. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ ചിലപ്പോൾ അവർ പറയും കേബിൾ മാറ്, കംപ്ലൈൻ്റ് ആണെന്ന് പറയും. അങ്ങനെ നമ്മൾ കേബിളിനൊരു 250-300 രൂപ ഒക്കെ പോകും. ചിലടത്ത് 200 രൂപ തൊട്ട് 300 വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വില. 250 അങ്ങനെയൊക്കെ പോകും. അപ്പോൾ അതിലും ഭേദം ജസ്റ്റ് നമ്മളൊന്ന് നോക്കി ഇങ്ങനെ പ്രശ്നമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഞാൻ മാറാനിരിക്കുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ചുമ്മാ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കാമെന്ന് ഓർത്തു. സംഭവം ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ ഒന്ന് സ്മൂത്ത് ആവും. അതുമാത്രമല്ല റേസായി നിൽക്കുന്ന പ്രശ്നം മാറും. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നിടത്ത് ഞാൻ ഈ പറഞ്ഞ രീതി പ്രശ്നമുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ 100% അത് സക്സസ് ആവും. അഥവാ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ കമ്പി പിരിഞ്ഞു കൂടി നിൽപ്പില്ല, എല്ലാം പക്കായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ, എന്നിട്ടും റേസ് ആയൊക്കെ നിൽക്കുവാണ്, ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക. എന്നിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കേബിൾ മാറുന്നത് തന്നെ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം അതിൻ്റെ ഇൻറ്റേർണൽ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ കമ്പി ചുറ്റി നിൽപ്പുണ്ടായിരിക്കും. അങ്ങനെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഇൻറ്റേർണൽ ഭാഗത്താണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റുന്ന സ്ഥലത്തായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചേ. അപ്പം എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വിട്ട് റെഡിയാക്കിക്കോ, പക്കായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് സംഭവം എന്തായാലും വർക്കൗട്ടാവും. അപ്പോൾ ഓക്കെ, താങ്ക് യു.